കിരൺ ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ സ്റ്റാർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് 2 ജീവികളുടെ മോഭാവം ഒന്ന് കാണിക്കാം. ഓക്കെ, 2 ജീവികളുടെ മുഖഭാവം കാണിക്കാൻ പോവാണ്. ആദ്യം ഒട്ടകപ്പക്ഷിയെ കാണിക്കാം. ഒട്ടകപ്പക്ഷി ഒരു 3 മുട്ട ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുന്ന സമയം പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ട് പുള്ളിക്കാരി പെട്ടെന്ന് തിരിഞ്ഞു നോക്കണേണ്. അതായത് ഈ മുട്ടയുടെ ആരെങ്കിലും വരണമെന്ന് പെട്ടെന്ന് നോക്കി ദേഷ്യവും പേടിയും എല്ലാം കൊണ്ടൊരു മോഭാവമാണ് മനസ്സിലാവും. അപ്പം ചേച്ചി എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാൽ മതി, ഞാനത് ഇഷ്ടം. താങ്ക് യു. അത് കൊള്ളാല്ലേ. സാധാരണ എലിയുടെ മുഖഭാവമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് കൂടുതൽ. ഇനി അടുത്ത അതാണോ? ഞാൻ അനിമൽ പ്ലാനറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ പെട്ടെന്ന് അനിമൽ പ്ലാനറ്റ് കണ്ടോണ്ടിരുന്നപ്പോ പെട്ടെന്ന് കിട്ടിയ ഐഡിയ ആണ്. കൊള്ളാട്ടോ. ഇതൊക്കെ വല്ലതും കണ്ടൂടെ വല്ലപ്പോഴും? ഈ ആനിമൽ പ്ലാനറ്റ് എന്ന് പറയുന്നൊരു ചാനലും ഉണ്ട്, മനസ്സിലായോ? അടുത്ത് നമുക്ക് പുള്ളിക്കാരിയുടെ ഭർത്താവിനെ കാണാം, ഒട്ടകത്തിനെ കാണാം. ഒട്ടക പക്ഷിയുടെ ഭർത്താവാണ് ഒട്ടകം. ഓ ഒട്ടകം. ഹലോ, വെറുതെ സ്കൂളിൽ പോയി ഒരാവശ്യമില്ലായിരുന്നു. അനിമൽ പ്ലാന്റ് കണ്ടാ മതിയായിരുന്നു. നമ്മള് ചൂയിങ്ങൊക്കെ ചോദിക്കാൻ എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ ചോദിക്കണേ? അതെ. അപ്പം പുള്ളിക്കാരി അവിടെ ഒന്ന് പുല്ല് തന്നിട്ട് ചാവിക്കുന്ന ഒരു ഫിഗറാണ് പുള്ളിക്കാരൻ ചെയ്യണേ. പുള്ളിക്കാരനാണോ പുള്ളിക്കാരിയാണോ? പുള്ളിക്കാരൻ. ഭർത്താവാണല്ലോ. പുള്ളിക്കാരൻ ചാവിക്കുന്ന ഒന്ന് കാണാൻ. താങ്ക് യു. കൊള്ളാം, അടിപൊളി. ഇനി അടുത്തത് സ്റ്റാർസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആദ്യം നല്ലൊരു ചിരി തന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ് സ്റ്റാർസിൽ എന്താണ്? സ്റ്റാറിൽ ചേട്ടൻ്റെ കൂടെയൊക്കെ തന്നെ അഭിനയിച്ച് നമ്മളെ സ്റ്റേറ്റ് വിന്നറായ വിനായൻ ചേട്ടനെ ഫസ്റ്റ് ഒന്ന് നിന്റെ അടുത്തൊന്നും കാശിനാണ് എന്നോട് വരുത്തിച്ച കാശിനാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ചില സ്നേഹബന്ധമൊക്കെ വേണ്ടടാ. കയ്യിൽ കാശുള്ളതുകൊണ്ട് ഞാൻ ഇടമാർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. പായത്തിന് എനിക്ക് ഞാൻ കാശിനോട്ടും ഇപ്പം കാശുമില്ല സ്നേഹവും. മറ്റൊരാളുടെ കയ്യിലുള്ള കാശ് നമ്മളെ പോക്കറ്റ് വരുത്തുന്ന ബിസിനസ്, അതൊരു കലയല്ലേ? താങ്ക് യു. ഓ, അടിപൊളി അടിപൊളി. അടുത്തത് നമ്മുടെ പണ്ട് ശ്വാസോസിനൊക്കെ സബ് ചെയ്ത ഗോവൻ ചേട്ടൻ ഒരു ചാനലിൽ ലൈവ് പറഞ്ഞാണ്, അതൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. 60കളിലാണ് ഞാൻ ആദ്യമായി ഡൽഹിയിലെത്തുന്നതും ആകാശവാണിയിൽ ഒരു ന്യൂസ് കാസ്റ്ററായി ചേരുന്നതും. അത് കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞ് സ്ഥിരം വാർത്താ അവതാരകനായി. ഒരു പ്രത്യേകത, ടെലിവിഷൻ അതിൻ്റെ ശൈശവ ദിശയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതായത് റേഡിയോ കൊടികുത്തി വാണ്ടിരുന്ന കാലത്ത് ദിവസേന ഒരു നേരമെങ്കിലും ശ്രോതാക്കളുമായി സംവദിക്കാൻ കഴിഞ്ഞതിൽ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. താങ്ക് യു. സൂപ്പർ. ഇങ്ങനൊരു വോയിസ് നമ്മൾ കേട്ട് ആരും ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടേ ഇല്ല അദ്ദേഹത്തിന്റെ ശബ്ദം. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് സുനിൽ സുഗത. സുനിൽ സുഗത. ആഹാ, കോടതിയോട് അഹങ്കാരം തന്റെ പട്ടി കൊടുക്കണ്ട, ആന കൊടുത്താ മതി. നീതിയോ നിനക്ക് കഴിഞ്ഞ ആഴ്ചയല്ലേ ജോയിയെ നീതി വാങ്ങിത്തന്നത്? കോഴിമുട്ടയോ? കോഴിമുട്ടയിലടോ കോഴിമുട്ടലാട്ടം കാട്ടം കണ്ണോർ നോക്കണോ? അടുത്തായിട്ട് ഇന്ദ്രജിത്തിന്റെ വോയിസ്. ഇന്ദ്രജിത്തിന്റെ വോയിസ്. ഓക്കെ. പിള്ളേച്ച, ഇവനാണോ ആള്? നീ എന്നോടാ മീശ മാധവൻ. നാളെ വരുമ്പോഴേ ആ മീശ കാണരുത്, വടിച്ചേച്ചും വരണം, ക്ലീൻ ഷേവ്ഡ്. ഓക്കെ, സാറ് പറഞ്ഞ പോലെ വളരെ നല്ല ചിലവായിരുന്നെങ്കിൽ എങ്ങനെയാണ് സാർ ഇത്ര കേസുകളിവിടെ ഉണ്ടാവുക? താങ്ക് യു.